കേരളം കാത്തിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ കേരളം മറ്റൊരു കൗതുകകരമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അത് മുന്നണികൾ തമ്മിലല്ല, മറിച്ച് കോൺഗ്രസിനുള്ളിലെ അധികാര കസേരയെ ചൊല്ലിയാണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. ഭൂരിപക്ഷം ഉറപ്പാക്കുന്നതിനോ ഫലം പുറത്തു വരുന്നതിനോ മുൻപേ ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനെ ചൊല്ലി ഉയരുന്ന ചർച്ചകൾ ഇപ്പോൾ തെരുവുകളിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും പടർന്നിരിക്കുകയാണ്. ഒരു വശത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് ഇതിനെ ന്യായീകരിക്കുമ്പോഴും മറുവശത്ത് ഇത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കില്ല എന്ന ആശങ്ക പ്രവർത്തകർക്കുണ്ട്. അപ്പോൾ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പേ ഉള്ള ഈ വടംവലി ജനാധിപത്യപരമാണോ അതോ രാഷ്ട്രീയ അച്ചടക്കമില്ലായ്മയാണോ? നമ്മളിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുന്നേ തന്നെ UDF ഭൂരിപക്ഷം ലഭിച്ചോ എന്ന് അറിയുന്നതിന് മുൻപേ തന്നെ ഇവർ തമ്മിൽ അധികാര വടംവലി ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തമ്മിൽ തല്ലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളും വിമർശനങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത്. എന്താണ് ഇത്? ശരിക്കും ഒരു രാഷ്ട്രീയ അച്ചടക്കം ഇല്ലായ്മയല്ലേ? ഇത് ജനാധിപത്യപരമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അപ്പം അതായത് ഇതൊരു ഇന്ത്യയിലെ പാർട്ടിയല്ലേ, ജനാധിപത്യ പാർട്ടിയല്ലേ. അപ്പം അതിനകത്ത് ഇതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അച്ചടക്ക നിയമലംഘനങ്ങളുണ്ടാവും. അതൊക്കെ ഒരു ജനാധിപത്യപരമായ പാർട്ടിയുടെ സവിശേഷതകളാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത് പറഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി ഇതുപോലെ ഏകാധിപത്യ ഭരണമാണ്, പിണറായി എന്ന് പറയുന്ന ഒരു നേതാവ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, അല്ലാതെ ഇവരുടെ തെറ്റാണെന്നുള്ളത് അവർ അംഗീകരിച്ച് തരുന്നില്ല. അവർ തമ്മിലുള്ള ഒരു സമവായമില്ലായ്മയുടെ കാര്യമാണ് ഇത്. പൊളിറ്റിക്സ് ആണല്ലോ. അപ്പൊ പിന്നെ ഇവരുടെ ഉള്ളിൽ തന്നെ ഭയങ്കര പിളർപ്പും സത്യം പറഞ്ഞാൽ കോൺഗ്രസിലാണ് സത്യത്തിൽ ഈ ഏകാധിപത്യ ഭരണം നടക്കുന്നത്. പക്ഷെ 3-4 ഏകാധിപതികൾ ഉണ്ടെന്നേ ഉള്ളൂ. അവർക്ക് കുറച്ച് അണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ പിളർപ്പിൽ നിൽക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ അത് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് ഇവരിങ്ങനെ പറയുന്നത് ഇത് ജനാധിപത്യപരമാണ്, എല്ലാ ജനങ്ങൾക്കും വോയിസ് ഉണ്ട് എന്നുള്ള കാര്യം. പിന്നെ CPM-ലേക്ക് വരികയാണെങ്കിൽ അവരെല്ലാവരെയും ഏകോപിപ്പിക്കാനായിട്ട് ഒരു ഏകാധിപതി ഉണ്ട്, അതായത് പിണറായി സർക്കാർ ഉണ്ട് എന്നുള്ളൊരു സംഭവം ഉണ്ട്. പക്ഷെ ഈ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഇവരെ കെട്ടതിന്റെ പട്ടം പോലെ ഇങ്ങനെ നടക്കുകയാണ്. അവരെ മൊത്തത്തിൽ ഒന്ന് CPM-ന്റെ കാര്യം വരുമ്പോൾ CPM-നെ മെയിനായിട്ട് ഒരുമിച്ച് നിർത്തുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസ്ഥാനമാണ്. അതായത് പിണറായി എന്ന് പറയുന്ന ഒരാളല്ല. ഇപ്പം ഈ ഇടയ്ക്ക് സുധാകരൻ ആലപ്പുഴയിൽ വെച്ചിട്ട് പ്രശ്നമായല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ, CPM-യോട്ട് പിണങ്ങിപ്പോയല്ലോ. അപ്പം ആ സമയത്ത് അവിടുത്തെ പാർട്ടി അണികളോട് ഏതോ ഒരു വാർത്താ മാധ്യമ ചാനലിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരനല്ല, ഇനി സാക്ഷാൽ പിണറായി പാർട്ടി വിട്ട് പോയാലും ഞങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കൂ. അവിടെ ആ വ്യക്തികൾക്കല്ല, ഈ കോൺഗ്രസിൽ കാണുന്ന പോലെ പാർട്ടിക്കാണ് വ്യത്യാസം. ഞാൻ ഒരു പാർട്ടിയും അനുകൂലിച്ചോ എതിർത്തോ പറയുന്നതല്ല, പക്ഷെ ഇതാണ് റിയാലിറ്റി. അതായത് മുഖ്യമന്ത്രി ആര് ആകും എന്ന ചോദ്യത്തിലുപരി അതായത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വന്നിട്ടില്ല ഇതുവരെ. മെയ് 4-നാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. ഈ ഫലപ്രഖ്യാപനം നടക്കുന്നതിന് മുൻപേ തന്നെ അവർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം. ഭൂരിപക്ഷം ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം UDF അവരുടെ ഭൂരിപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അതും ഈ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ പിൻബലം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതിൽ എത്ര MLA-മാർ ഇതിനെ പിന്തുണയ്ക്കുന്നു, ആരെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് അവരെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് ഈ മുഖ്യമന്ത്രിയെ ചൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സംഗതിയെ ഇവർ മാറ്റി, പരമ്പരാഗതമായി വരുന്ന ആ ഒരു സംഗതി ഇവർ മാറ്റിയിട്ട് അവർ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് മുഖ്യമന്ത്രി ആകുന്നതെന്ന് സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മാറിക്കഴിഞ്ഞു എന്നതാണ് വസ്തുത. അതെ, അതായത് മെയിനായിട്ടും 3 പേരുകളല്ലേ നമ്മൾ പ്രധാനമായിട്ടും കോൺഗ്രസിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. അതായത് ഒന്ന് KC വേണുഗോപാൽ, അതുപോലെ തന്നെ നമ്മുടെ ചെന്നിത്തല, VD സതീശൻ എന്നിങ്ങനെ 3 പേരുകളാണ്. അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള പോൾ നിരക്കും കാര്യങ്ങളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് VD സതീശനെ ഒന്ന് ഒഴിവാക്കി നിർത്താം. കാരണം VD സതീശന്റെ പേര് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് സത്യം പറഞ്ഞാൽ മുഹമ്മദ് ഷിയാസ് ആണ്. അതായത് എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞത് മുഹമ്മദ് ഷിയാസ് ആണ്. അപ്പം മുഹമ്മദ് ഷിയാസ് മാത്രമേ കോൺഗ്രസിൽ VD സതീശനെ പിന്തുണയ്ക്കുന്നതായിട്ടുള്ളൂ. വേറൊരാളെ പോലും വേറെ ഒരാളെ പോലും മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ KC വേണുഗോപാലിന്റെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ പുള്ളി ഹൈക്കമാൻഡിന്റെ കേരളത്തിലെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. അപ്പം പുള്ളിക്ക് അത്രയും ഹോൾഡും അധികാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ശക്തനായ ഒരു കാൻഡിഡേറ്റ് ആണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ രമേശ് ചെന്നിത്തലയും നമുക്ക് അത്ര കൊച്ചായി കളയാൻ പറ്റത്തില്ല. കാരണം
SNDP, NSS പോലെയുള്ള സാമുദായിക സംഘടനകളുടെ സപ്പോർട്ട് രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഇപ്പം ഈ ഒരു മാറ്റത്തിന്റെ പ്രധാന അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെ ഇപ്പം നയിക്കാൻ ഒരു മുതിർന്ന നേതാക്കൾ ഇല്ല എന്നുള്ളതാണ്. അതായത് തുടക്കം മുതലേ പറയുകയാണെങ്കിൽ കരുണാകരൻ, അതിനുശേഷം AK ആന്റണി, അതിനുശേഷം ഉമ്മൻചാണ്ടി, അതിനുശേഷം പിന്നെ ഒരു നല്ലൊരു നേതാവ് കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് അതിലൊരു വസ്തുത. പിന്നെ പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി അസുഖബാധിതനായപ്പോഴത്തേക്കാണ് അദ്ദേഹം ആ പ്രതിപക്ഷ നേതാവ് ഇനി ആകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അതിനുശേഷം ആ ഒരു സ്ഥാനത്തേക്ക് ചുമതലയേറ്റതാണ് രമേശ് ചെന്നിത്തല. അപ്പം ആ ഒരു സമയത്തെ, അതായത് 2016 ആ സമയത്ത് രമേശ് ചെന്നിത്തല ചുമതല ഏൽക്കുന്നത്. അതിനുശേഷം 2021 തിരഞ്ഞെടുപ്പില് UDF ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി രമേശ് ചെന്നിത്തല ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫ് എത്രത്തോളം, ആരൊക്കെ വേണം, എത്ര അംഗങ്ങൾ വേണം എന്നതെല്ലാം അവർ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയാനാ, ആ ഭരണ തുടർച്ച പിന്നെ ഉണ്ടാവുകയും പിണറായി വിജയനെ തന്നെ കേരളം അധികാരം ഏൽപ്പിക്കുകയും ചെയ്തതോടെ ഇവരുടെ പ്രതീക്ഷകൾ ആകെ താളം തെറ്റുന്ന നിലയിലായി. എന്നിട്ട് ആ ഒരു സമയം ഇവർ ശരിക്കും പ്ലാൻ ചെയ്ത് എല്ലാ കാര്യവും പ്ലാൻ ചെയ്ത് അവരാണ് ഭരണത്തിൽ വരുന്നതെന്നുള്ള കാര്യം പ്ലാൻ ചെയ്ത് ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ പോലെ തന്നെ വെച്ചിരുന്ന ഒരു സംഗതിയായിരുന്നു. അന്ന് UDF ഒന്നടങ്കം രമേശ് ചെന്നിത്തലയുടെ പേരായിരുന്നു ഉന്നയിച്ചിരുന്നത്, അതിലൊരു മാറ്റവും ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഇങ്ങനെ ഭരണ തുടർച്ച, ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ച വന്നത് ഇവർക്ക് ഏറ്റവും വലിയൊരു ഷോക്കായിരുന്നു. അതിനുശേഷം പിന്നെ ഉറപ്പായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ രമേശ് ചെന്നിത്തലയാണ് ഇനി UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തെയായിരുന്നു. പിന്നെ അതിനുശേഷം ഭരണ തുടർച്ച ഉണ്ടാവുകയും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റി VD സതീശനാക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടും അനുയോജ്യനായ വ്യക്തി അതുകൊണ്ട് രമേശ് ചെന്നിത്തലയാണ് എന്നത്. പക്ഷേ വസ്തുത പരിശോധിക്കുമ്പോൾ KC വേണുഗോപാലിനാണ് എന്ന് തോന്നുന്നില്ലേ കൂടുതൽ ജനപിന്തുണ. VD സതീശന് പക്ഷെ പിന്തുണ നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും അത് PR വർക്കായിട്ടാണ്. അല്ല, VD സതീശന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അതായത് മുഖ്യമന്ത്രി ആകാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ നടന്നു കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് ലഭിച്ചാൽ, കോൺഗ്രസിന് ലഭിച്ചൊരു വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടിയാൽ മാത്രമേ VD സതീശന് എന്തെങ്കിലും ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇങ്ങനെ PR വർക്കൊക്കെ കൊടുത്ത് പൈസ കളയാന്നല്ലാതെ ഒരു വഴിയില്ല. പ്രത്യക്ഷത്തില് അദ്ദേഹത്തെ എല്ലാവരും പിന്തുണയ്ക്കുന്നതായി നമുക്ക് തോന്നാം. പക്ഷേ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് PR വർക്ക് ടീമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത. അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു ആ ഒരു ചുമതല പോലും നേരെ ചൊവ്വേ നോക്കാത്ത ഒരാൾ എങ്ങനെ മുഖ്യമന്ത്രി കസേരയിൽ എങ്ങനെ അദ്ദേഹത്തെ ഇരുത്താനാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ജനങ്ങൾ ഒരിക്കലും അത് പറയത്തില്ല, പറയുന്നത് ഇവരുടെ അനുയായികൾ തന്നെയായിരിക്കാം. അപ്പോൾ ഒരു വസ്തുതയും നമുക്ക് മുന്നിലുണ്ട്. VD സതീശൻ ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയാകാൻ ഒരിക്കലും ആ ഒരു പേരെ അവിടെ വരേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമ്മളെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ KC വേണുഗോപാൽ ഇടയ്ക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തിയായിരുന്നു. അപ്പൊ അതിന്റെ താഴേക്ക് വന്നിട്ട് ഈ നോർത്തില് ഈ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിനടിയിലൊക്കെ ഈ മോദിയുടെ PR വർക്കുകൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അതായത് അവിടെ അവര് വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിനടിയിൽ ഇങ്ങനെ മോദി എന്നിങ്ങനെ ബോട്ട് കണക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞ ലൈനായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകും. അത് കണക്ക് KC വേണുഗോപാലിന്റെ പോസ്റ്റിന്റെ താഴെ ഇങ്ങനെ VD എന്ന്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? കാരണം ഇത് നിങ്ങളുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്, അതായത് പാർട്ടിക്ക് ഉള്ളിലെ പ്രശ്നമാണിത്. അപ്പൊ ഇത് തീർക്കേണ്ടത് പാർട്ടിക്ക് ഉള്ളിൽ തന്നെയാണ്. അല്ലാതെ ഈ PR വർക്ക് എന്തിനാണ്? PR വർക്ക് എന്ന് പറയുന്നത് പൊതുജന താല്പര്യങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PR വർക്ക് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ബോട്ട് അടിച്ചിറക്കി കമന്റ് ഇടുക, വലിയ തോതിൽ കമന്റുകൾ ഡംപ് ചെയ്യുക, 1000-10,000 കമന്റ്, അതിനുള്ള ബുദ്ധി അവർക്കുള്ളൂ നമുക്ക് കരുതാം. കാരണം ബുദ്ധി മാത്രമല്ല, ഇതൊരു കൺവെൻഷണൽ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താ പറയുന്നത്, ഇതിനൊരു ലോജിക് ഇല്ല. കഴിഞ്ഞാല് ആൾക്കാരുടെ പിന്തുണ, ജനങ്ങളുടെ പിന്തുണ കിട്ടുമെന്നാണ് ഇവര് ധരിച്ചു വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളുടെ പിന്തുണ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതൊരു ആഭ്യന്തര പ്രശ്നമല്ലേ. ആഭ്യന്തര പ്രശ്നം വരുമ്പോൾ അവിടുത്തെ പവർ പൊളിറ്റിക്സും അവിടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആര് മുഖ്യമന്ത്രി ആവണം, ആര് തീരുമാനിക്കണം എന്നൊക്കെ കാരണം നേരത്തെ നമ്മൾ ജനപിന്തുണ ആര് മുഖ്യമന്ത്രിയാകുമെന്നതിനെയൊക്കെ സ്വാധീനിക്കുമായിരുന്നെങ്കിൽ പണ്ട് ജനങ്ങളുടെ എല്ലാം ആവശ്യം എന്ന് പറയുന്നത് VS മുഖ്യമന്ത്രി ആവണമെന്നായിരുന്നു. പക്ഷെ ആരാ മുഖ്യമന്ത്രി ആയത്? പിണറായി. VSനെ എന്തോ ഒരു നേതൃത്വ സ്ഥാനം, ഉപദേശക സ്ഥാനം കണ്ട് കൊടുത്ത് ഒതുക്കി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്?
ഈ ഒരു പാർട്ടിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ അവര് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും അത് ജനങ്ങളെ അവർ ഉൾപ്പെടുത്താറില്ല. അതെ, അപ്പം വി ഡി സതീശനും അവരുടെ PR വർക്ക് ടീമും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കുറെ കമന്റുകളായിട്ട് ഇറക്കിയാലും PR ആയിട്ട് ഇറക്കി കഴിഞ്ഞാലും വി ഡി സതീശന് ജനപിന്തുണ ലഭിക്കുമെന്നതാണ് ഇന്ന് പറയുന്നതല്ല അദ്ദേഹം നാളെ പറയുന്നത്. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ PR വർക്ക് ആണെന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബോധം ചോറ് കഴിക്കുന്ന മലയാളിക്ക് ഉണ്ടെന്നുള്ളതാണ്. അതെ, അപ്പം ഇങ്ങനെ ഒരു അതായത് UDF ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വി ഡി സതീശൻ അവിടെ ഒരു സ്ഥാനമില്ല എന്നത് തന്നെയാണ് ഒരു വസ്തുത. അത് നമുക്ക് ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. പിന്നെ ഈ ഇടയ്ക്ക് രാഹുൽ ഗാന്ധി ഈയിടയ്ക്കൊരു ഇവിടെ കേരളത്തിലൊരു മീറ്റിങ്ങിന് വന്നപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം കുറച്ച് ഷുഗർ കോട്ടൊക്കെ ചെയ്താണ് പറഞ്ഞത്. കാരണം കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ MLA ഒന്നും അങ്ങനെ വേദനിപ്പിക്കേണ്ടല്ലോ എന്ന്. പക്ഷേ പുള്ളിക്ക് പറയാൻ വേണമെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് സാംസ്കാരിക കലാരൂപങ്ങളുണ്ട്, എല്ലാവർക്കും കല ഇഷ്ടമാണ്. പക്ഷേ പിന്നെ കേരളത്തിലുള്ള മെയിനായിട്ടുള്ള ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഒരാൾ സ്റ്റേജിൽ വന്ന് ആടുന്നതാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെല്ലാം ചെയ്യേണ്ടത് നമ്മൾ ഗ്രൂപ്പ് ഡാൻസ് ആണ് കളിക്കേണ്ടത്. അത് മാത്രമല്ല ഗ്രൂപ്പ് ഡാൻസിന്റെ ഇടയ്ക്ക് ആരും മാറിക്കളിക്കരുത്, സ്റ്റെപ്പ് മാറിക്കളിച്ച് അവിടുത്തെ മെയിൻ ആവാൻ നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പ് ഡാൻസ് തകർന്നു പോകും. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലായി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം ഹൈക്കമാൻഡ്, അതായത് നോർത്തിലെ ഹൈക്കമാൻഡ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധി വരെ പറയുന്നത് കേരളത്തിൽ ഒത്തൊരുമ വേണം, കേരളത്തിൽ എല്ലാ നേതാക്കളും ഒരുമിച്ച് ഒരു എന്താ പറയുന്ന ഒരു ഇത് കൊണ്ടുവരണമെന്നാണ്. പക്ഷെ അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ PR വർക്കും തമ്മിലടിയും എല്ലാം നടക്കുന്നത്. ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്നതാണ്. അതുകൊണ്ടാണ് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നത് വി ഡി സതീശനാണ്. അതാണ് ഇതിലെ രസകരമായ കാര്യം. ഇവർക്ക് ശരിക്കും അതിൽ ഈ കോൺഗ്രസിനുള്ളിലുള്ള അവരുടെ ന്യായം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഗ്രസിനുള്ളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, അതിൽ നിങ്ങളൊന്നും ബാധിക്കുന്നില്ലല്ലോ, ജനങ്ങൾക്കൊരു ദ്രോഹം ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടില്ലേ തമ്മി തല്ലുന്നത് എന്നൊരു ധാരണയുണ്ട്. അവര് അതിനെ ഭയങ്കര എന്താ പറയാ പ്രൗഡായിട്ടാണ് പറയുന്നത്, ഞങ്ങൾ തമ്മിലല്ലേ തമ്മി തല്ലുന്നത്, അല്ലെ ജനങ്ങൾക്കൊരു ഞങ്ങളൊരു ദോഷവും ചെയ്യുന്നില്ല എന്നുള്ളത്. അത് ശരിക്കും വിഡ്ഢിത്തരമല്ലേ അവർ ഈ പറയുന്നത്. വീടി 1000 കമന്റ് അതാ ഇത്. കാരണം നിങ്ങളൊരു കമന്റ് ഇതുപോലെയുള്ള PR വർക്ക് ബോട്ട് കമന്റുകൾ നിങ്ങൾ ഓരോ അതായത് നേതാക്കളുടെ പോസ്റ്റിന് അടിയിൽ ഇടുമ്പോൾ അത് കാണുന്നത് ജനങ്ങളാണ്. ഇത് നിങ്ങളുടെ മാത്രം ആഭ്യന്തര പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി എല്ലാ നേതാക്കളെയും വട്ടമേശയ്ക്ക് ചുറ്റുവരുത്തി ഇത് പരിഹരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതായത് ഒരു റെഗുലേഷനും ഒരു നിയമങ്ങളും ബാധിക്കാതെ ഇത്രയും അൺസെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്താ പരിതാപകരമാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, അതായത് ഇവിടെ വന്നിട്ടുള്ള കഴിഞ്ഞ കുറേ വർഷത്തേക്കാളും മികച്ച പോളിംഗ് ഉണ്ടായത് സത്യത്തിൽ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റിക്കുത്തിയ ജനങ്ങളെല്ലാം മൂക്കത്ത് വിരളൊച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ ആദ്യം വീട്ടിനകത്തുള്ള അതായത് തറവാട്ടിലെ പ്രശ്നം പരിഹരിച്ചിട്ട് പോരെ നാട്ടിലിറങ്ങി നാട്ടിലെ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനെന്നുള്ളതാണ് ഇപ്പോൾ ഓരോ ജനങ്ങളും ചിന്തിക്കുന്നത്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണെന്ന്. അവർ ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരാതെ, അതായത് UDFന് ഭൂരിപക്ഷം ലഭിച്ചോ എന്ന് അറിയാതെ തന്നെ ഇപ്പം ഈ ഇത്തരം ചർച്ചകൾ നടത്തുന്നത് ശരിക്കും അടിസ്ഥാനമില്ലാത്ത ചർച്ചയായിട്ടേ കാണാൻ പറ്റൂ. അതിന് പകരം അവർ ഈ ഫലപ്രഖ്യാപനം വന്ന് UDF വിജയം നേടി എന്നിട്ട് ശേഷമാണ് അവരതിന് ശേഷമാണ് ചർച്ച നടത്തുന്നെങ്കിൽ അതിനെ ഒരു ആരോഗ്യകരമായ ചർച്ചയായിട്ട് നമുക്ക് കാണാം. പക്ഷെ അല്ലാത്ത പക്ഷം ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള അടിസ്ഥാനമില്ലാത്ത ചർച്ചയായിട്ടേ ജനങ്ങൾ ഇതിനെ കാണുള്ളൂ. ഒന്നുമില്ലല്ലോ ബുദ്ധിയുള്ള തലയ്ക്ക് വെളിവുള്ള ജനങ്ങൾ ഒരിക്കലും ഇതിനെ ബീഹാറിൽ BJP ചെയ്ത പോലെ ചെയ്യണം. അതായത് ഇപ്പൊ 3 പേരുണ്ടെങ്കിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ട് 2 പേരെ ഉപമുഖ്യമന്ത്രിയാക്കി വെക്കണം. അങ്ങനെ അതേ നടക്കുന്നാ തോന്നുന്നേ. ഇപ്പൊ ഈ പോക്ക് കണ്ടിട്ട് അവസാനം ഈ UDF ഭരണത്തിൽ വരുവാണെങ്കിൽ ശരിക്കും രസകരമായ ഒരു കാഴ്ചയായിരിക്കും നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. തമ്മിൽ തല്ലി അവസാനം നമ്മള് സാധാരണ ജനങ്ങൾ തന്നെ ഇറങ്ങി നമ്മളെ ഭരിക്കേണ്ട, നമുക്ക് ക്ഷേമ പ്രവർത്തനം നടത്തേണ്ട ജനകീയ സർക്കാരിനെ നേരെയാക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നാണ് തോന്നുന്നത്. അതെ, എന്തായാലും മെയ് 4-ന് നമുക്ക് ഇതിന്റെ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത്, ഇതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് കടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കാം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിം ലീഗ്, അതായത് UDFനുള്ളിൽ മുസ്ലിം ലീഗ് ഇതിനെ എതിർക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. അതായത്
അതായത് കഴിഞ്ഞ ദിവസം PMA സലാം വന്ന് പറയുകയുണ്ടായി, മുഖ്യമന്ത്രി ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ അതൃപ്തി പരസ്യമാക്കി പറയുകയുണ്ടായി. അതേപോലെ ഈ ചർച്ചകൾ അനവസരത്തിലാണ് UDF നടത്തുന്നത്, അതേപോലെ തന്നെ മുഖ്യമന്ത്രി ആരാകണമെന്നൊരു കാര്യം ലീഗിനോട് അവർ ചോദിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് PMA സലാം പറയുകയുണ്ടായത്. അപ്പം UDF തന്നെ, അതായത് മുസ്ലിം ലീഗിലുള്ളവർ തന്നെ ഇതിനെ എതിർക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. വരുമ്പോ ഇത് UDF പ്രശ്നമല്ല, ഇത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമാണ്. UDF മുന്നണിയുടെ പ്രശ്നമല്ല ഇത്. അത് കാരണം മുസ്ലിം ലീഗിന് വരെ ബോധം വെച്ചു. അപ്പം ഇനി കോൺഗ്രസിനും കൂടെ ബോധം വെക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പക്ഷേ സുധാകരൻ പറയുകയുണ്ടായത് ഇത് ഒരു ഗ്രൂപ്പ് തർക്കമായി നിങ്ങൾ കാണേണ്ട കാര്യമില്ല, കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയും ശൈലിയുമാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അതേപോലെ ചർച്ചകൾ നടക്കുന്നത് പാർട്ടിയുടെ കരുത്താണ് കാണിക്കുന്നത്, ഇത്തരം ചർച്ചകൾ പാർട്ടിയുടെ കരുത്താണ് കാണിക്കുന്നത് എന്നൊക്കെ സുധാകരൻ ഇതിനെ വാദിക്കുന്നത്. അതെ അതെ, കരുത്ത് കാണിച്ച് മിക്കവാറും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയൊക്കെ ഏതെങ്കിലും നിയമസഭയുടെ ഫ്രണ്ടിൽ കിടന്ന് അടികൂടേണ്ടത് കാണേണ്ടി വരുമോ എന്നുള്ള അവസ്ഥയാണ്. അത്രയും ഗതികേട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതെ, എന്തായാലും കഥാന്ത്യത്തിലെല്ലാം കലങ്ങി തെളിയട്ടെ, കോൺഗ്രസിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടട്ടെ. എന്തായാലും അവർ തന്നെ നല്ലൊരു വ്യക്തിയെ, അതായത് മുഖ്യമന്ത്രി കസേരയ്ക്ക് യോഗ്യനായ ഒരാളെ അവർ തന്നെ തിരഞ്ഞെടുക്കട്ടെ, ഒരു പ്രശ്നമില്ലാതെ അവരുടെ എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി തിരഞ്ഞെടുക്കട്ടെ. അങ്ങനെ ഒരു നാളേക്ക് നമുക്ക് ആശംസിക്കാം. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നമുക്ക് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും മാത്രമേ ചെയ്യാൻ. അതിനേക്കാൾ വളരെ രസകരമായ ഒരു കാര്യം, ഭരണ തുടർച്ചയാണ് ഇനിയും വരുന്നതെങ്കിൽ ഭരണ തുടർച്ചയായിട്ട് ഇനി വരുന്നതെങ്കിൽ ഈ നേതാക്കൾ PR-നൊക്കെ മുടക്കിയ പൈസ എങ്ങനെ തിരിച്ചെടുക്കുന്നൊരു പിടിയില്ല. ഞങ്ങള് ജനങ്ങൾ വേണമെങ്കിൽ കുറച്ച് പൈസ പിരിച്ച് നിങ്ങൾക്ക് തരാം, ഇനി ഇതിങ്ങനെ ചെയ്യാതിരിക്കാനും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ കഥാന്ത്യത്തിലെല്ലാം കലങ്ങി തെളിയട്ടെ, കോൺഗ്രസിലെ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ. അപ്പൊ ഒരു സാധാ ജനങ്ങൾക്ക് അതല്ലേ പറ്റൂ. UDF ഭരണത്തിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഭരണത്തിൽ എത്തിയാലേ നമുക്ക് ഇവർ തമ്മിലുള്ള യുദ്ധം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാവരും ആവേശഭരിതരായി May 4 വേണ്ടി കാത്തിരിക്കുകയാണ്. ഫലപ്രഖ്യാപന ദിവസമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്.